അപ്പോൾ ഇതേ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പപ്പടമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ആണ്ട് കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നസ്രത്ത് പള്ളിയിലേക്ക് പോയി. ഞങ്ങളുടെ ഇടവകപ്പള്ളി അതാണേ. അവിടെ ചെന്ന് കുർബാനയൊക്കെ കണ്ട് പിന്നെ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ സിമിത്തേരിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നേരെ ഹോളിലേക്ക് വെച്ച് വിട്ടു കേട്ടോ. ഹോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറച്ച് നേരം അവിടുത്തെ പ്രാർത്ഥനയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് എടുത്ത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നേ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ഒന്ന് മാറി കിടന്ന് കഴിഞ്ഞ് എണീറ്റിട്ട് കട്ടനൊക്കെ കുടിച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് കട്ടനൊക്കെ കുടിച്ചെങ്കിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ യോക്കുട്ടിയുടെ വക വെൽക്കം ടു യുവർ ഹാൻഡ്സ് യൂട്യൂബ് ചാനൽ ആണോ യോക്കുട്ടെ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനും യോക്കുട്ടയും കൂടെ ഇതേപോലെ ഇതിങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. വ്ളോഗ് ഇപ്പോഴേ വ്ളോഗ് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ റെഡിയായി ഹൈപ്പർ മാർക്കറ്റിൽ പോകണമായിരുന്നു. അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞാനും യോക്കുട്ടയും കൂടെ പുറത്ത് നിന്നുണ്ട്. ചേട്ടാ ബില്ല് ചെയ്യണം നേരത്തെ. ഞങ്ങൾ രണ്ടും കൂടെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നേ ചേട്ടാ. അവിടെ നിന്ന് അങ്ങ് പുറപ്പെടാമെന്ന് നോക്കിയപ്പോഴത്തേനും ദേ വരുന്നു മഴ. ഇത്ര നേരം അവിടെ പോയിരുന്ന് വെച്ചെന്നാവോ. അങ്ങനെ മഴയത്ത് ഞങ്ങളവിടെ കട്ട പോസ്റ്റായി. പിന്നെ ഒന്ന് മഴയൊന്ന് തുറന്നു കണ്ടപ്പോൾ തന്നെ വേഗം വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു ഫ്രൂട്ട്സ് കടയിലേക്ക്. അവിടെ ചെന്ന് ആവശ്യത്തിന് വേണ്ടുന്ന ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഞങ്ങളവിടെ നിന്നും വിട്ട് നേരെ ഞങ്ങളൊന്ന് ഫുഡ് അടിക്കാനായിട്ട് കയറി കേട്ടോ. ഈ കട കൊച്ചിയിലുള്ള ഒരുമാതിരി ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. മഹേഷ് ചേട്ടൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ നല്ല മുരിഞ്ഞ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇറച്ചി മേടിക്കാൻ വിട്ടു. ഇന്ന് ശനിയാഴ്ചയല്ലേ, നാളെ ഞായറാഴ്ചക്കുള്ള ഇറച്ചി തലേന്നേ മേടിക്കുമല്ലോ.